ഹലോ, നല്ല നമസ്കാരം. നിലാവുക്ക് എന്മേൽ എന്നടി കോപം. തമിഴ് സിനിമ. ധനുഷ് രചനയും സംവിധാനവും നിർവഹിച്ച സിനിമ. ഏകദേശം 2.25 മണിക്കൂറുള്ളൊരു സിനിമയാണ്. ഈ സിനിമയെക്കുറിച്ച് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഒരു കുട്ടി സിനിമ. ഈ കുട്ടികളുടെ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. പ്രേമല് പോലെ ബിൽഡ് ചെയ്യാൻ ശ്രമിച്ച ഒരു ലവ് സ്റ്റോറിയാണ്. പക്ഷേ ഈ സിനിമ നന്നായിട്ട് ക്രിഞ്ചടിച്ച് പണ്ടാരമടങ്ങി. ധനുഷ് എന്ന പറയുന്ന ലേബൽ കൊണ്ട് മാത്രമാണ് ഞാൻ ഈ സിനിമ കാണാൻ പോയത്. പക്ഷേ ഈ സിനിമ ഫസ്റ്റ് ഹാഫ് വരെ നല്ല സ്ലോയാണ്, ബോറിംഗ് ആണ്, ക്രിഞ്ചാണ്. പൊതുവേ ലവ് സ്റ്റോറി എന്ന് പറയുന്നത് തന്നെ ക്രിഞ്ചാണ്. അത് നന്നായിട്ട് ബിൽഡ് ചെയ്തില്ലെങ്കിൽ നന്നായിട്ട് ആൾക്കാർ കൂവി കൊല വിളിക്കും. അങ്ങനെയുള്ളൊരു സ്റ്റോറി. അതുപോലെ തന്നെ ലവ് സ്റ്റോറി ഒരെണ്ണം പോരാ, 2, 3, 4 എത്ര ലവ് സ്റ്റോറിയാണ്. സ്റ്റാർ ലവ് സ്റ്റോറി പോലെയാണ്. എത്ര ലവ് സ്റ്റോറിയാണ് ഇതിൽ. പ്രോബ്ലം എന്ന് പറയുന്നത്, ഈ സിനിമയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇതിൻ്റെ സെക്കൻഡ് ഹാഫിൽ വരുമ്പോൾ കുറേ നല്ല കോമഡിയൊക്കെ നമ്മുടെ മാത്യു ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ആ തുടക്കത്തിൽ തന്നെ ചെയ്തിരുന്നുവെങ്കിൽ ഫസ്റ്റ് ഹാഫ് ബോറിംഗ് ഇല്ലാതെ തന്നെ പോകാൻ പറ്റുമായിരുന്നു. സെക്കൻഡ് ഹാഫ് സ്വല്പം കൂടി ഇത്തിലൂടെ ഫാസ്റ്റായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അതുപോലെ തന്നെ ക്ലൈമാക്സ് ഒരുമാതിരി ക്രിഞ്ച് ക്ലൈമാക്സ് ആയിപ്പോയി. സെക്കൻഡ് പാർട്ടിന് വേണ്ടി പെട്ടെന്ന് കൊണ്ട് എൻഡേജിപ്പിച്ചത് പോലുള്ള ഒരു സാധനമാണ് എനിക്ക് തോന്നിയത്. മൊത്തത്തിൽ ഈ സിനിമ ഒരു 5-ൽ ഒരു 2.2 കൊടുക്കാൻ പറ്റുന്ന മാർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. അങ്ങനെയുള്ളൊരു സാധനമാണ് ഈ സിനിമ. ഈ സിനിമ എനിക്ക് തോന്നുന്നത് ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയാണെന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. GV പ്രകാശിൻ്റെ മ്യൂസിക് നല്ല സ്റ്റൈലായിരുന്നു എന്നാണ് എനിക്ക് തോന്നി. അത് ആ ഒരു സാധനം. ഒരുപാട് പാട്ടുണ്ട്. ഞാൻ കൗണ്ട് ചെയ്തത് ഒരു 5 പാട്ട് വരെ ഞാൻ കൗണ്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ പാട്ടൊക്കെ എന്തായിരുന്നു, എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് പറഞ്ഞ ഒരു പിടിയില്ല. ആ പാട്ട് ഒക്കെ കുറേ നല്ല സാധനം ഉണ്ടായിരുന്നു. പാട്ടിൽ പിന്നെ ഗ്രാഫിക്സ് ചെയ്തത് വെറും കച്ചടയാണ്. കുറേ സ്റ്റാർ നക്ഷത്രങ്ങളും അതോടൊപ്പം തന്നെ ചന്ദ്രൻ, കുറേ ഏഞ്ചൽ ആകാശത്തു നിന്ന് പറക്കുന്നു, കെട്ടി തൂക്കുന്നു. അങ്ങനെയുള്ള കുറേ ഈ ചൈൽഡ്ഹുഡിലൊക്കെ ചെയ്യുന്ന അതുപോലുള്ള ഗ്രാഫിക്സാണ് ആ പാട്ടിലൊക്കെ ചെയ്തു വച്ചിരിക്കുന്നത്. അതൊക്കെ വെറും വൃത്തികെട്ട രീതിയിലാണ് ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നി. അതോടൊപ്പം തന്നെ ഇതിൻ്റെ കുറേ കളറിങ് ഒക്കെ നല്ല ഇതായിട്ടുണ്ട്, സ്റ്റൈലിഷ് ആയിട്ടുണ്ട്. കല്യാണത്തിൻ്റെ ആ ഒരു ഗെറ്റപ്പ്, ഒരു VIP ലുക്കൊക്കെ വരുത്തിക്കാൻ വേണ്ടി നന്നായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. അത് നല്ല കിടിലം ആർട്ടിൻ്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള സപ്പോർട്ട് അതിന് കിട്ടിയിട്ടുണ്ട്. ഈ സിനിമയ്ക്ക് നന്നായിട്ട് തന്നെ ആർട്ട് വർക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കോസ്റ്റ്യൂമും കിടിലമായിരുന്നു. പക്ഷേ ഇതിൻ്റെ കഥാപാത്രങ്ങൾ ചെയ്തിരിക്കുന്ന വ്യക്തികളെ കുറിച്ച് പറയുമ്പോൾ അതിൽ എനിക്ക് നായിക അനേഖ പുള്ളിക്കാരി ഭയങ്കര വെറുപ്പിക്കലായിട്ട് എനിക്ക് തോന്നി. ക്യൂട്ട്നെസ്സൊക്കെ ഒരുപാട് വാരി വിതറിയിട്ടുണ്ട്. നല്ല സ്റ്റൈലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ സെൻറ്റിമെൻറ്റ്സ് വെറും വൃത്തികെട്ട രീതിയിലാണ്. പറ്റുന്നില്ല, അവൾക്ക് വരുന്നില്ല. ഇന്നത്തെ പ്രശ്നം അതാണ് പ്രോബ്ലം. പിന്നെ എന്ന് പറയുമ്പോൾ ഈ കുട്ടികളുടെ കല്യാണം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പ്രേമിച്ചുകൊണ്ട് പെട്ടെന്നൊരു കല്യാണം, കുട്ടിക്കല്യാണം എന്ന് പോലെ തോന്നി. ആ ഒരു സ്റ്റൈലൊക്കെ വെറും വൃത്തികെട്ടതായിട്ട് എനിക്ക് തോന്നി. ഇതിൽ തന്നെ മാത്യുവിൻ്റെ സ്റ്റോറി, പാവിഷും അനുഷ്കയും തമ്മിലുള്ള ഇത്, അതോടൊപ്പം തന്നെ പ്രിയയും പാവിഷും തമ്മിലുള്ള സാധനം, പിന്നെ മാത്യു തോമസിൻ്റെ സാധനം, പിന്നെ വെങ്കടേഷ് മേനോൻ, അങ്ങനെ റൂബിയ അങ്ങനെ കുറേ കഥാപാത്രങ്ങളുണ്ട്. ഒരുപാട് സ്റ്റാർസ് ഉണ്ട്. പക്ഷെ എല്ലാം കുട്ടിക്കളികളായിട്ടാണ് എനിക്ക് തോന്നിയത്. ഫസ്റ്റ് പാർട്ട് കൊണ്ട് നിർത്തിയിട്ട് സെക്കൻഡ് പാർട്ടിലേക്കുള്ള ആ ലീഡ് നൽകുന്ന ആ ഒരു രീതി സംഭവം അത്ര വെടിപ്പല്ല എന്ന് തന്നെ പറയാം. ഈ സിനിമ സക്സസ് ആകുക എന്ന് പറയുന്നത് വലിയ പാടായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ ധനുഷ് പറഞ്ഞതുപോലെ ജാളിയ വാങ്ക ജാളിയ പോങ്ക, ജാളിയ താൻ വന്നത് ആന ജാളിയ പോക മുടിയില്ല, എന്നതടാ തമ്പി പണി വെച്ചിരിക്കേ. വെറും കേവലം വെച്ചാൽ വെറും കേവലം. ഇതൊക്കെ ഇനി സെക്കൻഡ് പാർട്ട് കൂടിയാ. തമ്പി താങ്ക്സ് മച്ചാ, താങ്ക്സ്.